ഇത് NH66 കന്യാകുമാരിയിൽ നിന്ന് പൻവേൽ വരെ പോകുന്നത്, അതായത് ബോംബെക്ക് അടുത്തുള്ള പൻവേൽ വരെ പോകുന്ന ഹൈവേ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കന്യാകുമാരിയിൽ 24 മണിക്കൂർ ചിലവഴിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് അവിടം വരെ നടക്കാം. ബീച്ചൊക്കെ നമ്മളാ കാണുന്ന ഈ ഒരു ഡയറക്ഷനിലാണ് കാണുന്നത്. അങ്ങ് ദൂരെ കടൽ കാണാം. കിടപ്പ് കണ്ടിട്ട് ഇന്ത്യൻ ഓഷ്യൻ ആയിരിക്കാം. കാരണം 3 കടലിൻ്റെയും ഒരു സംഗമ സ്ഥലമാണല്ലോ ത്രിവേണി സംഗമം കന്യാകുമാരിയിൽ. ഇന്ത്യൻ ഓഷ്യൻ, ബേ ഓഫ് ബംഗാൾ, അതുപോലെ അറേബ്യൻ സീ. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നതാണ് ഗാന്ധി മെമ്മോറിയൽ. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് പോയാൽ ബോട്ട് ജെട്ടി. പിന്നെ ആ ഒരു സൈഡിലാണ് നമ്മുടെ കന്യാകുമാരി ദേവി ക്ഷേത്രമുള്ളത്. വിവേകാനന്ദ റോക്ക്, അതുപോലെ തിരുവള്ളൂർ സ്റ്റാച്ചു. നല്ല കാറ്റും പൊടിക്കാറ്റാണ്. ഗ്ലാസ് വെച്ചില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, കണ്ണിൽ മുഴുവൻ പൊടിയായിരിക്കും. അങ്ങോട്ട് പോകാൻ വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ബോട്ട് അവിടെയാണ്, ആ സൈഡിലാണ്. അങ്ങ് ദൂരെ ഒരു ബോട്ട് പോകുന്നുണ്ട്. കണ്ടിട്ട് നല്ല പഴകി ദ്രവിച്ച ബോട്ടാണല്ലോ. ആ ബോട്ടിലാണ് നമ്മൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക് പോകുന്നത്. അങ്ങോട്ട് നിന്നിട്ട് ഫുൾ പൊടിക്കാറ്റ് കാരണം കണ്ണിലൊന്നും കാണാൻ പറ്റില്ല, കണ്ണിൽ മുഴുവൻ പൊടിയാ. ഹോട്ടൽ ശരവണ ഒത്തൻറ്റിക് വെജിറ്റേറിയൻ. ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ കടകളുണ്ട്. ചുറ്റി ശംഖ് അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ കക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അലങ്കാര വസ്തുക്കൾ, അങ്ങനെ എല്ലാം ഉണ്ട്. വിവേകാനന്ദ റോക്കിലേക്കുള്ള ഫെറി സർവീസ് ഇവിടെ നിന്നാണ്. പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് കന്യാകുമാരി ഫെറി സർവീസ്. വർഷങ്ങളായിട്ട് വലിയ റെനോവേഷനൊന്നും നടക്കാത്ത സ്ഥലമാണ്. ഫെറി ചാർജസ് 2 and 4 75 per person ആണ്. നോർമൽ ടിക്കറ്റ്. റേറ്റ് സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് 300. അതെന്താണോ സ്പെഷ്യൽ എൻട്രി? തിരുവള്ളൂർ സ്റ്റാച്യുവിലേക്കുള്ള ഫെറി സർവീസ് ടെമ്പററി സസ്പെൻഡഡ് ആണ്. ബിക്കോസ് ഡ്യൂ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബ്രിഡ്ജ് കണക്റ്റിംഗ് തിരുവള്ളൂർ സ്റ്റാച്യു. അവിടെ വേറെന്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സൈറ്റ് സീയിങ് അപ് ടു വട്ടക്കോട്ട 2 and 4 350 നോൺ AC, AC-ക്ക് 450.
ക്യൂവിൻ്റെ കൗണ്ടർ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. തിരിച്ച് ഇതുവഴി തന്നെയാണോ വരണേ ആവോ? ഫെറി ടിക്കറ്റ് സോൾഡ് ചെയ്യുക. ഫെറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണാവോ? ആ ബോട്ട് സർവീസിനാണോ ഫെറി എന്ന് പറയുന്നത്? ടിക്കറ്റ് എടുത്തു 50 രൂപയാണ് ടിക്കറ്റിന്. എന്നിട്ട് നമ്മളതിൻ്റെ ഇതൊക്കെ ഓർമ്മയുണ്ട്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആണ് ടിക്കറ്റ്. ബോട്ടിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ. ഫെറി സർവീസാണെന്ന് തോന്നുന്നു. ബോട്ടാണോ ഫെറിയാണോ? ഈ ബോട്ടിലേക്ക് കൊണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. ഒരു ബോട്ടൊരെണ്ണം വന്നിട്ടുണ്ട്. അതിലാന്ന് തോന്നുന്നു നമുക്ക് പോകേണ്ടത്. തുരുമ്പിച്ച ബോട്ടാണല്ലോ. നീന്തിയിട്ടൊക്കെ കുറേ കൊല്ലമായി. അവിടെ ലൈഫ് ജാക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോഗ് ഇവിടെ വെയിലത്താകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കിടക്കണം. സുഖമില്ലാന്ന് തോന്നുന്നു. ലൈഫ് ജാക്കറ്റൊക്കെ എടുക്കട്ടെ. ഫുള്ളാളാ. സൈഡിൽ കിട്ടിയില്ല സീറ്റ്. ഇന്ത്യക്കാർ പിന്നെ ഫ്ലൈറ്റ് ആണെങ്കിലും വന്ന് നിർത്തുന്നതിന് മുമ്പേ ചാടി എന്നിട്ട് ഇറങ്ങാൻ നോക്കുമല്ലോ ഉള്ളൂ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരക്കൂടാതെ ഇറങ്ങായിരുന്നു. ഒരു ഭാഗത്തിലേക്ക് ആദ്യമെന്നൊക്കെ പറയുന്നത് ആൾക്കാർ ബോട്ടിൽ തന്നെ ഇട്ടിട്ട് മുകളിലേക്ക് നടക്കാം. അങ്ങനെ ഏകദേശം 10-15 വർഷത്തിന് ശേഷം വിവേകാനന്ദ പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടോ? നമ്മളങ്ങനെ വിവേകാനന്ദ പാറയിലെത്തിയത് വിവേകാനന്ദ മണ്ഡപമാണെന്ന് തോന്നുന്നു. അതിനകത്ത് ക്യാമറയൊന്നും കേട്ടാൻ സമ്മതിക്കില്ല. അത് അടച്ചിട്ടേക്കാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നല്ല വെയിലാണ്. നട്ടുച്ച സമയമാണ്. കാലൊക്കെ പൊള്ളണം. ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉണ്ട് അവിടെ. തുറന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ക്യാമറ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ.
വെക്കേഷനോ ഒന്നുമല്ല, വീക്ക് ഡേ ആണ്, എന്നാലും നല്ല തിരക്കുണ്ട്. ബാക്കി എല്ലാം എനിക്ക് കുഴപ്പമില്ല. ഇതുപോലെ സ്റ്റെപ്പ് കയറലും കയറ്റം കയറലുമാണ് എനിക്ക് ഏറ്റവും ദേഷ്യം. നല്ല വിൻഡ് ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ തെക്കേറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവത്തുറൈ മലയിൽ നിന്ന് 500 മീറ്റർ സ്ഥിതി ചെയ്യുന്ന 2 പാറകളിലായിട്ടാണ് നമ്മുടെ വിവേകാനന്ദ പാറ. 1892 ഡിസംബർ 21, 24, 25 തീയതികളിൽ നമ്മുടെ വിവേകാനന്ദ സ്വാമി കടൽ നീന്തിക്കടന്ന് ഇവിടെ ധ്യാനിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വിവേകാനന്ദ ഇവിടെ ഇത്തിരി തണലുണ്ട്. ഇതാണ് മണ്ഡപം. പക്ഷെ ഇങ്ങോട്ട് കയറാൻ പാടില്ല. കയറാം, ഫോട്ടോ എടുക്കാൻ പാടില്ല. അങ്ങനെ അത് കണ്ട് ഇറങ്ങി. നമ്മൾ വന്ന വഴിയെ തിരിച്ചിറങ്ങുന്നു. ഇവിടെ സൈറ്റ് സീയിങ് പ്ലേസസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കന്യാകുമാരി ദേവി ടെമ്പിൾ 4:30 to 12 AM, 4 to 8:30 PM. സുചീന്ദ്രൻ ടെമ്പിൾ 4:30, അതും സെയിം തന്നെ. സർക്കുലർ ഫോർട്ട്, ഗാന്ധി മണ്ഡപമുണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്, വിവേകാനന്ദ വാണ്ടറിംഗ് മങ്ക് എക്സിബിഷൻ, വിവേകാനന്ദ പിക്ചറൽ എക്സിബിഷൻ, സൺറൈസ് സൺസെറ്റ്, ബേവാച്ച് വാട്ടർ തീം പാർക്ക്, വാക്സ് മ്യൂസിയം, ബേവാച്ച്. ഇതാ ശംഖുകളൊക്കെ നല്ല വലുപ്പമുള്ള ശംഖൊക്കെ കാണാം. പണ്ടൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ താല്പര്യമൊക്കെ പോയി. അങ്ങ് ദൂരെ ഫെറി സർവീസ് പഴയതാണ്, ഞാൻ പറഞ്ഞില്ലേ, ഫെറി സർവീസിൻ്റെ ബോട്ടൊക്കെ വളരെ പഴയതാണ്. സേഫ്റ്റി ഒക്കെ എത്ര ഉണ്ടാവുമോ. പല ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ സ്വന്തം വണ്ടിയായിട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടോ, കന്യാകുമാരി ഡിസ്ട്രിക്ട് പോലീസ് സബ് ഡിവിഷൻ, റാസ് വാട്ടർ സ്പോർട്സ്, ടൈം 9 AM to 5 PM. ട്രൈസി ത്രിവേണിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്താ ലോഡ്ജിലേക്കുള്ള വഴിയാണോ? അങ്ങോട്ട് നോക്കലാണ്. നമുക്ക് ഈ ഒരു ഹോട്ടലിൽ കയറാം. സംസം ഇട്ടിട്ട് മലയാളിയാണെന്നൊരു സംശയം. ഞാൻ പൊറോട്ടയും പിന്നെ ചിക്കൻ കറി ഓർഡർ ചെയ്തു. നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറിയും, 2 പീസ് ചിക്കൻ കറി, 2 പൊറോട്ട. ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് റാൻസം. പോകേണ്ട വഴി ഇതാണ്. ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് റാൻസം വെൽക്കംസ് യു. ഒരു കവാടം, കടലിനോട് തീരത്തായിട്ട്, വേളാങ്കണ്ണിയിൽ പോലെ കടൽ തീരത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പള്ളിയാണ്. 15ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതായത് കാത്തലിക്സ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്.
ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഇവിടെ. ത്രിവേണി ടൂറിസ്റ്റോ, ഈ സൈഡിൽ ഹോട്ടൽ സംഘം. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവതി അമ്മൻ ടെമ്പിൾ 400 മീറ്റർ ലെഫ്റ്റ്, ബോട്ട് ഹൗസ് 400 മീറ്റർ ലെഫ്റ്റ്, സ്ട്രെയിറ്റ് പോയ ഗാന്ധി മണ്ഡപം 400 മീറ്റേഴ്സ്, സൺസെറ്റും 400 മീറ്റേഴ്സാണ്. നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് പോവാം. അങ്ങ് ദൂരെ ഗാന്ധി മണ്ഡപം കാണാം. ഗാന്ധിജിയുടെ ചിതാഭസ്മം കടലിൽ ഒടുക്കുന്നതിന് മുമ്പ് വെച്ച സ്ഥലമാണ് ഗാന്ധി മണ്ഡപം. നിർമ്മിച്ചത് അവിടെയാണ്. അവിടെ കെടാവിളക്കുണ്ട്. ഗാന്ധിജിയുടെ മെഡിറ്റേഷനിലിരിക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട് അതിനകത്ത്. കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒരു സൈഡിൽ കാണാം. ഷെൽസും അതായത് കക്ക അതും ഇതൊക്കെ വെച്ചിട്ടുള്ള ചില ഓർണമെൻറ്റ്സ്, കളിപ്പാട്ടക്കടകൾ, അങ്ങനെ പലതും ഉണ്ട്. നമ്മൾ മുൻപിലേക്ക് നമ്മൾ ബൈക്കിൽ വന്നിട്ടുണ്ട്. ഇവിടെ നാർക്കോയിൽ വന്ന് താമസിച്ചിട്ട് ഇവിടേക്ക് ബൈക്കിൽ വരികയായിരുന്നു ചെയ്തത്. ഗാന്ധി സ്മൃതി മണ്ഡപം. അങ്ങോട്ട് ഇപ്പോൾ ആരും കയറുന്നില്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇവിടെ സൺസെറ്റിന് സമയമായി. അവിടെ ഭാരതാംബയുടെ ചെറിയൊരു സ്റ്റാച്ചു. അവിടെ കടൽ കാണാം. ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറയാണ് സൺ. സൂര്യൻ നല്ല അടിപൊളിയായിട്ട് ചുവന്നല്ല ഓറഞ്ച് കളറിൽ നല്ല വട്ടത്തിൽ കാണാം. ഇവിടെയും രണ്ട് വശത്തും കടകളൊക്കെ ഉണ്ട്. ബാഗ് വിൽക്കുന്ന കട, ഫുഡ് കോർട്ടൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പല പല ഫുഡ് കോർട്ടുകൾ, പല പല വെൻഡേഴ്സ് ഉണ്ട്. ചെറിയ ചെറിയ കടകൾ, തട്ടുകടകൾ പോലെയുള്ളത്. സീഷോർ ഫുഡ് കോർട്ട്. സൺസെറ്റ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. തിരിച്ച് റൂമിലേക്ക് ഇപ്പം തന്നെ പോകണ്ട. കുറച്ച് നേരം കൂടി നിന്ന് രാത്രിയിലെ കാഴ്ചകളൊക്കെ പലതും ഉണ്ടെങ്കിൽ അതും കണ്ട് ക്യാമറയിൽ പകർത്തിക്കൊണ്ട് നമുക്ക് തിരിച്ചു വേണമെങ്കിൽ രാത്രി 8-9 മണിയാകുമ്പോൾ റൂമിലേക്ക് പോകാം. എൻ്റെ ഇടയ്ക്ക് വിഷമിക്കുകയാണെങ്കിൽ അതിന് മുന്നേ പോകാം. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നതാവും. ഇതാണ് വ്യൂ ടവറിലേക്കുള്ള വഴി. നമ്മൾ താഴെ ഇവിടെയൊക്കെ ആകെ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ, ക്ലീൻ ചെയ്യാറില്ലേ. നമ്മൾ താഴെ എത്തുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കും. ടിക്കറ്റൊക്കെ ഉണ്ടോ അങ്ങോട്ട് കയറാൻ? സൂര്യൻ എവിടെയാവോ? അയ്യേ, മേഘം വന്ന് നമ്മുടെ സൂര്യനെ മറച്ചു ആ ടൈമിൽ. എവിടെയൊക്കെ ആൾക്കാർ വ്യൂ ടവറിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. പക്ഷേ സൂര്യനെ ഒന്നും കാണാനില്ലല്ലോ. തിരുവള്ളിയൂർ സ്റ്റാച്ചു, ഗാന്ധി മണ്ഡപം, അപ്പുറത്ത് വിവേകാനന്ദ റോക്കിലെ മെമ്മോറിയൽ. വാച്ച് ടവറിൽ ഇന്ന് കാണാൻ മാത്രം സൂര്യനൊക്കെ പോയി. എന്നാലും നമുക്ക് വെറുതെ ഇവിടെ നിന്ന് നെല്ലിമുണ്ടവർ വന്നതല്ലേ. എവിടെ നോക്കിയാലും കടൽ. കണ്ടോ ഇവിടെയൊക്കെ ഭിത്തിയിൽ കുത്തി കുറിച്ചിട്ടേക്കണേ. ഇവിടെയാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യനെ നമ്മൾ തന്നെ നാണം കെടുത്തുന്നത്. എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ പേരെഴുതി വെച്ചേക്കുക. കഷ്ടമാണ്.
ആഹാ, കടൽത്തീരയൊക്കെ കണ്ടോ? ഇതിപ്പോൾ ഏത് കടലായിരിക്കും? ഇതിപ്പോൾ അറേബ്യൻ സീ ആയിരിക്കും. അതോ ഇന്ത്യൻ ഓഷനാണോ അതോ ബേ ഓഫ് ബംഗാളാണോ? അവിടെ സെൽഫി അല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്ത് റിസ്ക് ആണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. വൈകുന്നേരം ആവും തോറും തിരക്ക് ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു. വേലിയേറ്റ സമയമല്ലേ, അങ്ങനെയല്ല പറയണേ. ഇഷ്ടം പോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഫുള്ളാണ്. ഈ സൈഡിൽ അതേപോലെ തന്നെ. അവിടെ എന്തോ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു ജെട്ടി പഴയത്. അവിടെ കുത്തിപ്പൊളിച്ചിട്ടേക്കണം. ലൈറ്റ് ഹൗസ് കാണാം അവിടെ. അങ്ങോട്ടും എൻട്രി ഉണ്ട് കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. മുകളിൽ ലിഫ്റ്റിൽ കയറണം. ഓ, ഇവിടെ നിന്നൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു. ഏതോ ബോട്ടിൻ്റെ ശബ്ദം കേട്ടല്ലോ, ഹോൺ. ലെമൂറിയൻ പാർക്ക് ഇപ്പം അതില്ല. അത് നന്നാക്കുന്നതാണോ? അവിടെ ആകെ എന്തോ ഒരവസ്ഥ പോലെ തോന്നുന്നു കണ്ടിട്ട്. വെട്ടം വെളിച്ചമൊക്കെ കുറവാണല്ലോ. ചില കടകളിലെ വെട്ടം അല്ലാതെ സ്ട്രീറ്റ് ലൈറ്റൊന്നും കത്തുന്നില്ലേ. അതാണ് നമ്മുടെ നാട്ടിൽ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ പിന്നെ മെയിൻ്റനൻസ് ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ അതിനെക്കുറിച്ച് മറക്കും. കുറച്ച് വെള്ളം മേടിച്ച് കുടിക്കണമല്ലോ. അതായത് നമ്മൾ ആദ്യം കണ്ട ഫുഡ് പാർക്കും കോർട്ടും കൂടി ഒരുമിച്ച് പറഞ്ഞതാണ് ഫുഡ് പാർട്ട്. മിസ്റ്റർ ബർഗർ, സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെയൊക്കെ എങ്ങനെയായിരിക്കുമോ? കൊലക്കത്തിയായിരിക്കുമോ? നമ്മ കന്യാകുമാരി. ഡിന്നർ ഇവിടെ ഒന്ന് കഴിച്ചാലോ? അപ്പോൾ ഇത്രയും നടക്കണം, അതാണൊരു കുഴപ്പമുള്ളൂ. പൊരി, കപ്പലണ്ടി അതും ഇതൊക്കെ വിൽക്കുന്ന സ്ഥലം. പിന്നെ ശംഖും കക്കയൊക്കെ കൊണ്ടിട്ടുള്ള അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നു. ചെറിയ വെജ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും തിരിച്ചു പോവുക. നമ്മൾക്കും തിരിച്ചു പോയേക്കാം. ഇതുവഴിയാണോ നമ്മൾ വന്നത്? അപ്പുറത്തേക്കൂടെയാണെന്ന് തോന്നുന്നു നമ്മൾ പോയത്. 10 രൂപ ഏതെടുത്താലും 10 രൂപ. മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു സാധനം 50 രൂപ, ഒരു സാധനം 100 രൂപ. 100 10 രൂപ. ആ വണ്ടി കയറണില്ല. പെട്രോൾ തന്നെയാണോ അതൊരു? ഇങ്ങോട്ട് വണ്ടികളൊക്കെ പ്രോഹിബിറ്റഡ് ആണ്, പക്ഷേ ബൈക്കൊക്കെ കടത്തിവിടുന്നുണ്ട്. ശരിക്കും തടയുകയാണെങ്കിൽ എല്ലാ വണ്ടിയും തടയണം, എന്നാലേ ആൾക്കാർക്ക് സുഖകരമായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ശംഖൊക്കെ. പൂംപുഹാർ സെയിൽസ് ഷോറൂം, തമിഴ്നാട് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്.
തിരുനെൽവേലി മധുരൈ സ്ട്രൈറ്റ്. ഓ, നമ്മളിവിടെയൊക്കെ ബൈക്കിൽ വന്ന് ഓർക്കുമ്പോഴേ എത്ര കിലോമീറ്ററാണല്ലേ. ഇപ്പോൾ പിന്നെ യാത്ര മുഴുവൻ ട്രെയിനിലാക്കി. കന്യാകുമാരി സ്പെഷ്യൽ ഗ്രേറ്റ് ടൗൺ പഞ്ചായത്ത് ഡിസ്ട്രിക്ട് ഫുൾ ഡേ ടൂർ, സായിബാബ ടെമ്പിൾ, സുചീന്ദ്രം നാഗരാജ ടെമ്പിൾ, പത്മനാഭപുരം പാലസ്, മാത്തൂർ നമ്മൾ പോയിട്ടില്ലേ, ഹാങ്ങിങ് ബ്രിഡ്ജ്, ഹോട്ടൽ സംഘം. അവിടെ ബാറുണ്ടല്ലോ, റൈറ്റ് സൈഡിലൊരു ബാർ, ലെഫ്റ്റ് സൈഡിലൊരു ബാർ. BAR ബീർ. കുറച്ച് പഴയതാണ്, റെനോവേറ്റ് ചെയ്തതാണ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. ഫോൺ അടിച്ച് പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിനി കുറേ നടക്കാനുണ്ട്. നമുക്ക് ഡിന്നർ കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടൽ നോക്കാം. എന്താ ബസ് അവിടെ നിന്ന് തന്നെ എയർ ഇന്ത്യ. ഓഹോ, ഒരു കൂടുതൽ എയർ ഇന്ത്യ. ലസ്സി ഷോപ്പൊക്കെ എപ്പോഴും ഉണ്ടോ? ഒരു ജിഗർദണ്ഡ ഉണ്ടെന്ന് മാപ്പിൽ കണ്ടായിരുന്നു. ഇങ്ങോട്ടധികം കാറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. കടൽ നിസ്സാര മീറ്റർ അകലല്ലേ, 7 കിലോമീറ്റർ. എന്താണത് ശ്രീ, ബാക്കി എന്താണെന്നറിയില്ല. ഇവിടെ എവിടെയോ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ തപ്പി ഇറങ്ങിയതാണ്. സാന്തോം കാത്തലിക് സെൻറ്റർ. അകത്ത് വെട്ടം വെളിച്ചൊന്നും കാണുമല്ലോ. എന്താണ് ഹോട്ടൽ അഫ്സൽ, ഭൂപതി റെസിഡൻസി. ബസ്സിലൊക്കെ ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ട്. ടൂറിസ്റ്റ് സീസൺ ആണല്ലോ എപ്പോഴും. അവിടെ മൾട്ടി ക്യുസൈൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോകാം. ഇവിടെ ഉള്ള ഹോട്ടൽ സിംഗാർ ഇൻ്റർനാഷണൽ. ഫോണടിച്ച് പഠിപ്പിക്കാവുള്ളൂ. അടുത്ത ബസ് കന്യാകുമാരി. ഓക്കെ, എവിടെ നിന്ന് തന്നെയാണാവോ. ATM ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒരു ദർബാർ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. അവിടെ ഒരു ഇറ്റാലിയൻ കേക്ക് ഷോപ്പ്. പക്ഷെ അവിടെ പിക്ചേഴ്സിൽ ഫ്രഞ്ച് ഫ്രൈസും പിസ്സയും പിന്നെ എന്താണ് ബർഗറൊക്കെയാണല്ലോ കാണിക്കുന്നത്. നോക്കണോ, കയറി നോക്കണോ? നമുക്ക് ദർബാർ റെസ്റ്റോറൻറ്റിൽ കയറാം. ചിക്കൻ ഫ്രൈഡ് റൈസ്, ഒരു ഷാർജ ഷേക്ക്. ഫ്രൈഡ് റൈസിന് 180 രൂപയാണ്. എന്തായാലും ഇനി റൂമിലേക്ക് പോകാം. അങ്ങനെ കന്യാകുമാരിയിൽ 24 hours ചിലവഴിക്കാൻ പോകുന്നു. ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. 9 മണിയായിട്ടും കടകളൊന്നും അടച്ചിട്ടില്ല. തിരക്ക് കുറഞ്ഞു ഇവിടത്തേക്ക്. അങ്ങോട്ടധികം ടൂറിസ്റ്റുകളൊന്നും പോകണില്ല, വെറും ഇരുട്ടല്ലേ. ഇവിടെ എന്താണൊരു ഗവൺമെൻറ് മ്യൂസിയം ഉണ്ട് കന്യാകുമാരി. ഫീ ഒക്കെ ഉണ്ട് കേട്ടോ, 5 രൂപയാണ് അഡൽസിന്.
സൺറൈസ് കാണാൻ പോകേണ്ടവർക്ക് ഇതിവിടെ നിന്നാണ് തിരിയേണ്ടത്. വിവേകാനന്ദ റോക്കിലേക്കും എല്ലാം ഈ റോഡിൽ കൂടെ പോയാൽ മതി. നമ്മൾ ആദ്യം വന്ന ഗാന്ധി നിனைவு മണ്ഡപം, ഗാന്ധി മെമ്മോറിയൽ. അവിടെ ലൈറ്റ് ഹൗസിൽ നിന്ന് ലൈറ്റ് ചുറ്റി കറങ്ങുന്നു, 360 ഡിഗ്രിയിൽ കറങ്ങുന്നു. ഇവിടെ എക്സിബിഷൻ ഓഫ് സ്വാമി വിവേകാനന്ദ, ഫ്രീ ബസ് സർവീസസ് എങ്ങോട്ടൊക്കെയാ? സൺറൈസ് അങ്ങോട്ടോ, രാമായണ ദർശനം, ഭാരത് മാത, എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. അങ്ങ് താഴേക്കും കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ആ റൂട്ട് നേരെ ചെന്നാൽ നമ്മുടെ വിവേകാനന്ദ റോക്കിലേക്ക് പോകാനുള്ള ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. ഹോട്ടൽ ശിവ റെസിഡൻസി, സീ വ്യൂ. ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. വെജ് റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വരായിരുന്നു. കാരണം ഒത്തൻറ്റിക് സൗത്ത് ഇന്ത്യൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദോശ, മസാല ദോശ, ഗീ ദോശ, പൊടി ദോശ. രാവിലെ വന്ന് നോക്കാം. മുൻപിൽ സീ വ്യൂ ഹോട്ടലാണ്, അവിടെയും റെസ്റ്റോറൻ്റ് ഉണ്ട്. കുറേ ഇടവഴികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മെയിൻ റൂട്ടിൽ കൂടെ ഇപ്പോൾ നടന്നതൊക്കെ. ഇവിടെ ഒരു കവാടം കാണുന്നു. അതെന്തിൻ്റെയാണ്? ക്ഷേത്രമാണോ? കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. സീലാൻഡ് ഹോട്ടലുണ്ട്, പ്രദിക് കറി, മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ്. ഇവിടെയൊക്കെ കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് അടിപൊളിയാണല്ലോ. ഇതിൻ്റെ ഡോർ സെറ്റപ്പ് കണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്നിടത്ത് കുറച്ച് മാറി ആയതുകൊണ്ടായിരിക്കണം ഹോട്ടൽ രാജം. അധികം കാറ്റൊന്നുമില്ല. ദ സീ ഷോർ ഹോട്ടൽ, മാണിക്യം ടൂറിസ്റ്റ് ഹോം. ബാറില്ലാത്ത സ്ഥലമില്ല. ഹോട്ടൽ മാദിനി. അത് വലിയ വലിയ നമ്മുടെ ഹോട്ടൽസാണല്ലോ. ഓഷ്യൻ ഹെറിറ്റേജ്, ഹസ്കി. മെലഡി പാർക്ക്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകാം. നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ ചെന്ന് എത്തുമായിരിക്കും ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ. ഹോട്ടൽ ശിവമുരുകൻ. ആദ്യം പിള്ളേരൊക്കെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ഇവിടെ കളിക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് ഓടിപ്പോയൊന്നും കളിക്കാനൊന്നും സമ്മതിക്കില്ല. ചില കോളേജ് ഗ്രൗണ്ട്, സ്കൂൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ് പല സ്ഥലത്തും. എന്തായാലും കുറച്ച് ഓറഞ്ച് മേടിച്ചു, 1/2 കിലോ ഓറഞ്ച് മേടിച്ചു. അവിടെ ഒരു കെട്ടിടം പണി ഉപേക്ഷിച്ച് അബാൻഡൻ ബിൽഡിംഗ് പോലെ തോന്നുന്നു. അങ്ങനെ നടന്ന് നമ്മൾ താമസിക്കുന്ന ന്യൂ കേക്ക് ഹോട്ടലിൽ വന്നെത്തി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.